ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും നമുക്ക് ആരെങ്കിലും നമ്മൾ ഇൻസൾട്ട് ചെയ്യുമ്പം നമുക്ക് ചിന്തിക്കാനുള്ളൊരു മാർഗം അവിടെ ഉണ്ട്. വേറെ ആരെയല്ല, ഞാനിത് ഇന്നലെ ഉണ്ടാക്കി വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പം സ്വന്തം മാതാജി തന്നെ പറഞ്ഞത് നോക്കിയിരിക്കണത് ഒരു വൃത്തിയില്ലാത്ത രീതിയിലാണല്ലോ ഇരിക്കുന്നത്. ഇവിടെ ആയാലും ഇതിന് മുന്നേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഫിൽറ്റർ ആണിത്, എക്സ്റ്റേണൽ ഫിൽറ്റർ ഉണ്ടാക്കി വെച്ചേക്കണതാണ്. ഇതാണെങ്കിലും കാണാൻ ഒരു ഭംഗിയില്ലല്ലോ, കുറച്ച് വൃത്തിക്ക് ചെയ്തുകൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചോദിച്ചു. ശരിയാണ്, അമ്മ അത് പറഞ്ഞത് കാര്യമാണ്. ആരെങ്കിലും വഴിയിൽ നിന്ന് അങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇരിക്കുന്നത് കണ്ട, ഈ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു അഭംഗിയല്ലേ. അപ്പോൾ നമുക്കത് അങ്ങോട്ട് വൃത്തിയാക്കാം. പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് പഠിപ്പിച്ചു തന്ന സാറിനെയും മനസ്സിൽ വിചാരിച്ചിട്ടാണ് വര തുടങ്ങി. വരച്ച് അവസാനം ഒരു ചെറിയൊരു രൂപത്തിലാക്കിയെടുത്ത് അതിൽ നമുക്ക് സാധനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 8 എൽബോയും 2 ക്രോസും 2 ടീയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കിടലിന് സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം. കടയിലൊക്കെ പോയി തിരിച്ച് വന്നപ്പോഴത്തേക്കും വീട്ടുകാർ അപ്പനമ്മയൊക്കെ എത്തി. അപ്പോൾ സർപ്രൈസ് കൊടുക്കാനുള്ള പ്ലാനൊക്കെ അവിടെ നിന്നു. ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പരിപാടി തുടങ്ങാം. ഓക്കെ, ഇതിനെ രണ്ടിൻ്റെയും നടുക്ക് വെച്ചിട്ട് നമുക്ക് എൽബോ അല്ല ടീ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ടാകും. ഈ സംഭവം ഇരിക്കുമോ നോക്കാം. ആദ്യം ഈ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാം. നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ സാധനം സാധനം കൊണ്ട് വെച്ച് നോക്കാം. ഈ പൈപ്പ് അവിടെ സെറ്റാക്കി ഇരുത്തിയതുപോലെ അപ്പുറത്തും സെറ്റാക്കി ഇരുത്തിയിട്ട് നമുക്ക് ആ ലൈറ്റ് വെച്ച് നോക്കാം. അത് അവിടെ ഇരുത്തി ഇനി ആ ടൈലും കഷ്ണമൊക്കെ എടുത്ത് മാറ്റി ലൈറ്റും കൂടെ ടാങ്കിട്ട് വെച്ചിട്ട് ആ ഫിൽറ്റർ അതിനകത്തോട്ട് വെച്ച് ബാക്കി പരിപാടി നമുക്ക് ഫിനിഷ് ചെയ്യാം. അങ്ങനെ ഫിൽറ്ററെല്ലാം അവിടെ കെട്ടി വെച്ച് സെറ്റാക്കി, വെള്ളം പുറത്ത് പോകാത്ത രീതിയിൽ സെറ്റാക്കി, ലൈറ്റെല്ലാം അതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ലൈറ്റ് ഇട്ട് പരിപാടി അവസാനിപ്പിക്കാം. അങ്ങനെ ഇപ്പം കാണുമ്പം വലിയ അലമ്പൊന്നുമില്ലല്ലോ, ചെറുതായിട്ട് അലമ്പല്ലേ ഉള്ളൂ. വയറ് പോകാനുള്ള സെറ്റപ്പ് ഇല്ല, അതൊന്നും കുഴപ്പമില്ലല്ലോ. അത് നീറ്റല്ലേ, അതിൻ്റെ മണ്ടയിൽ അധികം വലിപ്പിലത്തെ പരിപാടികളൊന്നുമില്ല. സംഭവം നീറ്റായിട്ടുണ്ട്. മീൻ ഇട്ടിട്ടില്ല ഇപ്പോഴും, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ തന്നെ സെറ്റ് ചെയ്ത ഫിൽറ്ററാണ്. ക്യാൻസർ ഫിൽറ്റർ വെക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 4,000-4,500 രൂപ വിലയുണ്ട്. അപ്പോൾ ഞാൻ ക്യാൻസർ ഫിൽറ്ററിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങൾ മുഴുവനും ഒരു ഐസ്ക്രീം വാട്ടയിനകത്താക്കി
അത് എക്സ്റ്റേണൽ ഫിൽറ്ററാക്കി ചെയ്തിരിക്കുന്നൊരു പരിപാടിയാണ്. കുഴപ്പമൊന്നുമില്ല, ക്ലീനായിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കേ, എങ്ങനെയുണ്ട് സംഭവം? കമൻ്റ് അടിക്കണേ. ഇതിൻ്റെ മണ്ടയിൽ ചെറിയൊരു കവറും കൂടെ കൊടുത്തിട്ട് പരിപാടി ഞങ്ങൾ അവസാനിപ്പിച്ചു. എന്തെങ്കിലും വ്യത്യാസങ്ങൾ അറിയുന്നുണ്ടോ? ഇതിനാകുമ്പോൾ കണ്ണിലേക്ക് ഒരുപാട് ഇത് വരുന്നുണ്ട്. നീറ്റല്ലേ? ഓക്കെ, ബൈ.